നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്ന തീരുമാനം ഹൈക്കമാൻഡിന്റേതെന്ന് കെ സുധാകരൻ. തന്നോട് ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി ലഭിച്ച സ്ഥാനങ്ങളിൽ പൂർണ്ണ തൃപ്തൻ. ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും കെ സുധാകരൻ. കർഷകരുടെ അടുക്കളയിലെ ചട്ടി പൊക്കി നോക്കുകയല്ല വനപാലകരുടെ ജോലിയെന്ന് ജോസഫ് പാംപ്ലാനി. മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നു. ഏത് ഭീഷണിയും സംഘടിതമായി നേരിടുമെന്നും പാംപ്ലാനി. കിംസും തണലും കൈകോർക്കുന്നു. ഇനി നിർധനരായ രോഗികൾക്ക് അത്യാധുനിക ചികിത്സ. കിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തണലിൽ ലഭ്യമാക്കും. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ബന്ധപ്പെട്ടവർ. വാർത്തകൾ വിശദമായി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റും എന്ന വാർത്തയോട് പ്രതികരിച്ച് സുധാകരൻ. മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യുന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കും. ലഭിച്ച സ്ഥാനങ്ങളിലെല്ലാം പൂർണ്ണ തൃപ്തനാണെന്നും ACCക്ക് മാറ്റണം എന്നാണെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാണെന്നും സുധാകരൻ പ്രതികരിച്ചു. എന്നാൽ പ്രസിഡന്റ് സ്ഥാനം മാറണമെന്ന് തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കനകോലുവിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നീക്കാതിരിക്കാം, അത് ഹൈക്കമാൻഡ് ആലോചിക്കേണ്ടുന്ന വിഷയമാണ്, അവർ തീരുമാനിക്കേണ്ടുന്ന വിഷയമാണ്. അവരുടെ എന്ത് തീരുമാനമായാലും ആ തീരുമാനം ഞാൻ വളരെ അനുസരണമുള്ള, അല്ലെങ്കിൽ ഈ പാർട്ടിയോട് വിധേയത്വമുള്ള ഒരു സഹപ്രവർത്തകനെ പോലെ ഞാനത് വാങ്ങി ഞാൻ എൻ്റെ പണിക്ക് പോകും. ആയിക്കോട്ടെ, മാറ്റിയാൽ എന്താ കുഴപ്പമോ? മാറ്റിക്കോട്ടെ. AICCക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പരാതിയുമില്ല. തൃപ്തനാണ്. ഞാനിപ്പം തന്നെ രാഷ്ട്രീയത്തിൽ തൃപ്തനാണ്. എനിക്ക് കോൺഗ്രസിൻ്റെ അകത്ത് എനിക്ക് നേടാവുന്ന, ഇല്ലെങ്കിൽ എനിക്ക് കിട്ടാവുന്ന മിക്കവാറും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ഒരു 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 എന്താ പറയുക, മാനസികമായൊരു സംഘർഷാവസ്ഥയിലുള്ള ഒരാളല്ല. തൃപ്തനായ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാശങ്കയുമില്ല, ഭയപ്പാടുമില്ല, ഒന്നുമില്ല. AICCക്ക് തീരുമാനിക്കാം, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാം. ആ തീരുമാനം എന്ത് തീരുമാനമായാലും ഞാനത് ഇന്ന് മഹാശിവരാത്രി. കിഴുന്ന ശ്രീ പെരുംതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഭജന നടന്നു. രാത്രി 11 മണിക്ക് ഇളനീർ അഭിഷേകത്തോടുകൂടിയും അത്താഴ പൂജയോടുകൂടിയും ആഘോഷത്തിന് സമാപനമാവും. ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരി, മുല്ലപ്പള്ളി പ്രസാദ് നമ്പൂതിരി, മേൽശാന്തി ബാബു നമ്പൂതിരിയുടെയും ആചാര്യശ്രേഷ്ഠന്മാരുടെയും കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടന്നത്. ആലിങ്കൽ യോഗീശ്വര ഭജന സമിതിയുടെ ഭജന, മൊളോളം അക്ഷരി നാരായണ സമിതി അഴീക്കോട് അവതരിപ്പിച്ച ശിവസഹസ്രനാമ സൗന്ദര്യലഹരി, ശ്രീ പെരുന്തൃക്കോവിൽ ശിവക്ഷേത്ര മാതൃസമിതിയുടെ നിറമാല, ദീപാരാധന, തായമ്പക, സോപാന സംഗീതം, തുടർന്ന് ശ്രീരാമ അഗ്ഗിത്തായുടെ തിടമ്പ് നൃത്തം എന്നിവയും അരങ്ങേറും. നഗേന്ദ്രഭൂഷണ പെരുന്തൃക്കോവിൽ ശങ്കര, ശ്രദ്ധയും ഭക്തിയും ഞങ്ങളിൽ ചൊരിയണേ. വിശ്വലോകനായക പെരുന്തൃക്കോവിൽ ശങ്കര, തവ കടാക്ഷമേഘനേ. നമ ശിവായ ശങ്കര, ഓം ശിവായ ശങ്കര, നമ ശിവായ ശങ്കര, ഓം ശിവായ നമ ശിവായ, ഓം ശിവായ ശങ്കര. രാത്രി 11 മണിയോടെ ഇളനീർ അഭിഷേകത്തോടും അത്താഴ പൂജയോടും കൂടി ശിവരാത്രി ആഘോഷത്തിന് സമാപനമാവും. കണ്ണൂർ നഗരത്തിൽ അനധികൃതമായി ഓടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ഓട്ടോ ലേബേഴ്സ് യൂണിയൻ CATU നാളെ മുതൽ പ്രത്യക്ഷ സമരം നടത്തും. നഗരത്തിലെത്തുന്ന അത്തരം ഓട്ടോറിക്ഷകളെ ഓടാൻ അനുവദിക്കില്ലെന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV പ്രകാശൻ പറഞ്ഞു. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഓട്ടോകൾ നഗരത്തിൽ സർവീസ് നടത്തുന്നതിനെതിരെ ഇതിനു മുമ്പും പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. അനധികൃത ഓട്ടോകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ടായി. അതേപോലെ തന്നെ RTO, പോലീസ്, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചു. അങ്ങനെ ഉത്തരമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒക്ടോബർ 2024 ഒക്ടോബർ 30 ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും നവംബർ 1 മുതൽ അനധികൃതമായി ഓടിക്കുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഈ നടപടിയൊന്നും സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഓട്ടോ ലേബർ യൂണിയൻ CATU ഫെബ്രുവരി 27 മുതൽ
ഇത്തരം അനധികൃത ഓട്ടോകൾക്കെതിരായി പ്രത്യക്ഷ സമരം നടത്തുന്നതിന് ആലോചിച്ചിട്ടുള്ളത്. വിദൂരദേശങ്ങളിൽ നിന്നുപോലും ഓട്ടോറിക്ഷകൾ എത്തി ടൗൺ പെർമിറ്റ് ഇല്ലാതെ നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇത് ഇനിയും അനുവദിച്ചു കൊടുക്കാനാവില്ലെന്നും ഓട്ടോ ലേബേഴ്സ് യൂണിയൻ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV പ്രകാശൻ പറഞ്ഞു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ നോർത്ത് ഏരിയ സമ്മേളനം KGOA ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. 10,000-കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നയത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള സമരം ഈ അമേരിക്കയിൽ തന്നെ ഉയർന്നു വന്നു. ഇപ്പൊ ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് ജോ ബൈഡന്റെ പ്രവർത്തനത്തിന്റെ ഉണ്ടായിട്ടുള്ള പാളിച്ചകളാണ് യഥാർത്ഥത്തിൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കാരണമായിട്ട്. ഒന്നാം UPA സർക്കാർ എത്രത്തോളം അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നടത്തിയിട്ടുണ്ടോ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് BJPയുടെ മോഡി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നറിയാം. അതേപോലെ അമേരിക്കയിൽ വേറൊരു ചോയ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരു ബൈഡൻ പോയി കഴിഞ്ഞാൽ ഒരു ട്രംപ് അധികാരത്തിൽ വരിക എന്നതല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിൽ വന്നു. പക്ഷെ അധികാരത്തിൽ വന്ന ശേഷം വളരെ കൃത്യമായും അമേരിക്കയെ മാത്രമല്ല ലോകത്തിലുള്ള മുഴുവൻ തൊഴിലെടുക്കുന്ന ആളുകളെയും ബാധിക്കുന്ന നയങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത്. ഗസറ്റഡ് ഓഫീസേഴ്സിന് താമസിക്കാൻ കണ്ണൂരിൽ ക്വാർട്ടേഴ്സ് പണിയണമെന്ന് സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഉദ്ഘാടന ചടങ്ങിൽ MP സുധീഷ് അധ്യക്ഷത വഹിച്ചു. MP വിനോദ് കുമാർ, A പ്രതീഷ്, K ഷീജ മണി, EP വിനോദ് കുമാർ, CM സുധീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചാല, കണ്ണൂർ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്ന തീരുമാനം ഹൈക്കമാൻഡിന്റേതെന്ന് K സുധാകരൻ. തന്നോട് ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി ലഭിച്ച സ്ഥാനങ്ങളിൽ പൂർണ്ണ തൃപ്തൻ. ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും K സുധാകരൻ. കർഷകരുടെ അടുക്കളയിലെ ചട്ടി പൊക്കി നോക്കുകയല്ല വനപാലകരുടെ ജോലിയെന്ന് ജോസഫ് പാംപ്ലാനി. മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നു. ഏത് ഭീഷണിയും സംഘടിതമായി നേരിടുമെന്നും പാംപ്ലാനി. കിംസും തണലും കൈകോർക്കുന്നു. ഇനി നിർധനരായ രോഗികൾക്ക് അത്യാധുനിക ചികിത്സ. കിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തണലിൽ ലഭ്യമാക്കും. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ബന്ധപ്പെട്ടവർ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ജീവന് വിലയില്ലാതെ മലയോരത്ത് ജീവിക്കുന്ന കർഷകരും ആദിവാസികളും മാത്രമാണ്. ഭക്ഷിച്ച് തീർക്കാനുള്ള ഇരകൾ മാത്രമാണ് മലയോര ജനത. മലയോര ജനതയുടെ ഉപജീവനം കട്ടുമുടിക്കാൻ കാട്ടുമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്നു. കാർബൺ ഫണ്ട് കൈക്കലാക്കാൻ മലയോര ജനതയെ കുടിയിറക്കുന്നുവെന്നും മാർ ജോസഫ് പാംപ്ലാനി വിമർശിച്ചു. ഇവിടെ കാട്ടുമൃഗങ്ങൾക്കും സർക്കാരിനും കർഷകരോട് ഒരേ മനോഭാവമാണ് എന്ന് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല.
കാരണം ഇത് അങ്ങേയറ്റം സങ്കടകരമാണ്. എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം പൊട്ടിക്കാം, അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വൻകിട കുത്തക സംരംഭങ്ങള് നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോഭനത്തിന് മുൻപില് പലരും മയങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ ആറളം ഫാമിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ സർക്കാർ അവരെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തീട്ടൂരമാണോ നൽകിയത് എന്ന് ന്യായമായും നാം സംശയിക്കേണ്ടി വരും. കാരണം ഇത്രയും ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞിട്ട് ചെറുവിരൽ പോലും അനക്കാൻ സർക്കാർ, അത് കേരളം ഭരിക്കുന്ന സർക്കാരാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ സന്നദ്ധമായിട്ടില്ല. കേവലം ഏതെങ്കിലും ഒരു മുന്നണിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും ആത്യന്തികമായി ഈ മലയോര കർഷകനോടുള്ള മനോഭാവം എന്ത് എന്ന് ഞങ്ങൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്. വന്യമൃഗശല്യം തടയണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫ് MLA നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാംപ്ലാനി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മാർ ജോസഫ് പാംപ്ലാനി വെല്ലുവിളിക്കുകയും ചെയ്തു. വനപാലകരുടെ പണി വനപാലനമാണ്, അല്ലാതെ കർഷകരുടെ വീട്ടിലെ ചട്ടി പൊക്കി നോക്കുകയല്ല എന്ന് അദ്ദേഹം വിമർശിച്ചു. ഓന്തിനെ പിടിച്ചു, ഉടുമ്പിനെ പിടിച്ചു എന്ന് പറഞ്ഞ് ഒരൊറ്റ കർഷകരെയും അറസ്റ്റ് ചെയ്യാൻ ഇനി അനുവദിക്കില്ല. കർഷകരെ ഭീഷണിപ്പെടുത്താൻ തയ്യാറായാൽ സംഘടിതമായി നേരിടുമെന്നും പാംപ്ലാനി വെല്ലുവിളിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിലാദ്യമായി ഒരു എയ്ഡഡ് സ്കൂളിൽ മാനേജ്മെന്റ് ഫണ്ട് വിനിയോഗിച്ചുള്ള സ്പോർട്സ് കോംപ്ലക്സ് സജ്ജമായതായി സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന കായിക രംഗത്ത് തന്നെ അതുല്യമായ സംഭാവനകൾ നൽകിയ KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാന്നൂരിലാണ് കൊയിലി പാഞ്ചാലി അമ്മ സ്മാരക സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനത്തിന് സജ്ജമായത്. ഫെബ്രുവരി 28 വൈകുന്നേരം 4 മണിക്ക് പ്രശസ്ത മുൻ ഇന്ത്യൻ ഫുട്ബോളർ പത്മശ്രീ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യും. KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ സ്ഥാപക മാനേജറായ കൊയിലി പാഞ്ചാലി അമ്മയുടെ സ്മരണാർത്ഥം സ്കൂളിൽ നിർമ്മിച്ച സ്പോർട്സ് കോംപ്ലക്സ് പദ്ധതി 2024 ഏപ്രിൽ 3 തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ചത്. ഫുട്ബോൾ, വോളിബോൾ ഗ്രൗണ്ടുകളിലെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയായത്. ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങിയ കായിക ഇനങ്ങളുടെ പരിശീലനത്തിനും പ്രകടനത്തിനുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. പഠനരംഗത്തും പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ 61 വർഷമായി സംസ്ഥാന ദേശീയ തലങ്ങളിൽ ചാമ്പ്യന്മാരാകാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് AC മനോജ് അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ പ്രദർശനവും കായിക പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടത്തും. മാറിവരുന്ന കാലഘട്ടത്തിൽ കായിക മേഖലയുടെ സാധ്യതകളും അതിൻ്റെ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് സ്കൂളിൻ്റെ ഭൗതിക സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ച് അതിൻ്റെ പര്യാപ്തതയിലെത്തിയതിനു ശേഷം സ്കൂൾ മാനേജ്മെൻറ്റ് കായിക മേഖലയിലെ പ്രോത്സാഹനത്തിനായിട്ട് ഒരു വലിയ കായിക സമുച്ചയം സ്പോർട്സ് കോംപ്ലക്സ് പദ്ധതി 2022 ഏപ്രിൽ മാസമാണ് അതിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത്. 2025 ഫെബ്രുവരി 28 അതിൻ്റെ 1ാം ഘട്ട പ്രവർത്തനം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തുകയാണ്. കേരള കായിക മേഖല സംഭാവന ചെയ്ത വലിയ ഫുട്ബോൾ പ്രതിഭ IM വിജയൻ പത്മശ്രീ ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. PTA പ്രസിഡന്റ് K മനോജ്, പ്രിൻസിപ്പൽ V ബിന്ദു, ഹെഡ്മിസ്ട്രസ് OV വിജയലക്ഷ്മി, ശ്രീകാന്ത് കൊട്ടേരി എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും സോവനീർ കവർ പ്രകാശനവും കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു. വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ AS ഷിറാസ് പ്രകാശനം ചെയ്തു. ASSI AP അക്കാദമി സ്കോളർഷിപ്പ് ധാരണാപത്രം സംസ്ഥാന പ്രസിഡന്റ് A നിസാറുദ്ദീൻ കൈമാറി. ഹെൽത്ത് കാർഡ് മൾട്ടിനാഷണൽ കമ്പനി മുലൻസ് ഗ്രൂപ്പ് ചെയർമാൻ വർഗീസ് മൂലൻ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു. ഭരണപ്രതിപക്ഷ ഭേദമന്യോടെ എല്ലാ MLA-മാർക്കും IAS ഉദ്യോഗസ്ഥർക്കും ബോധ്യപ്പെട്ടു. കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3 കോടി ജനങ്ങളാണ്. കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത്
ഇന്ത്യൻ ഫോറസ്റ്റിന്റെ 1.7%. 32,000 സ്ക്വയർ ചതുരശ്ര കിലോമീറ്ററിനകത്താണ് നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതില് 1/3 വനപ്രദേശം, അതിലൊരു ഭാഗം സിയാസിന്റെ മേഖല, തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ഒരു ഭാഗം, പരിസ്ഥിതി ദുർബല പ്രദേശം, അത് കഴിഞ്ഞ് വരുന്ന 5% നമ്മൾ ഈ 1.5 കോടി ജനങ്ങൾ അധിവസിക്കുന്നത്. നമ്മൾ ഈ വ്യവസായങ്ങൾ ചെയ്യുന്ന സാഹചര്യമാണ്. ഈ ഒരു തിരിച്ചറിവ് ഭരണകർത്താക്കൾക്ക് ഉണ്ടായി. കേരളത്തിലെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 81%, മൊത്തം കേരളത്തിന്റെ മൊത്തം ജനസംഖ്യ 4% വരുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ. ബാക്കി 1 പെൻഷൻ കഴിഞ്ഞാൽ ഇവിടെ മറ്റൊന്നും വിനിയോഗിക്കാൻ വരാത്ത സാഹചര്യം. ഇത് തിരിച്ചറിവ് വന്നപ്പോൾ കേരളം പോലെ ജനസാന്ദ്രതയേറിയ ഈ സംസ്ഥാനത്ത് MSME സെക്ടറിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായി. KSSI ജില്ലാ പ്രസിഡന്റ് C. അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. KSSI സെക്രട്ടറി TP നാരായണൻ, തോമസ് മാത്യു, P. ഗോവിന്ദൻ, KP രവീന്ദ്രൻ, രാജീവ് നമ്പ്യാർ, KP രാജീവൻ, മൂസാൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റിക്കകം LP സ്കൂളിന്റെ 133ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കലാകായിക മത്സരങ്ങൾ, എൻഡോമെന്റ് വിതരണം, സാംസ്കാരിക സമ്മേളനം, നൃത്തസന്ധ്യ എന്നിവ നടന്നു. സംസ്ഥാന മലയാള പുരസ്കാരം നേടിയ പൂർവ്വ വിദ്യാർത്ഥി ജനു ആയിച്ചാങ്കണ്ടി, LSS നേടിയ TC വേദിക, K. സയന എന്നിവരെ അനുമോദിച്ചു. AO N. സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. BPC CR വിനോദ് കുമാർ എൻഡോമെന്റ് വിതരണവും K. പ്രസന്നകുമാരി റിപ്പോർട്ട് അവതരണവും നടത്തി. PTA പ്രസിഡന്റ് M. വിനോദൻ അധ്യക്ഷനായി. K. അസീസ്, മുൻ ഹെഡ്മാസ്റ്റർ E. വിജയൻ, ജനു ആയിച്ചങ്കണ്ടി, മുൻ PTA പ്രസിഡന്റുമാരായ CR രാഘവൻ, T. ജനാർദ്ദനൻ, K. പവിത്രൻ, C. സജന, T. ശീഷ്മ, C. സുരേന്ദ്രൻ, പ്രധാന അധ്യാപിക PK ലീന, സ്റ്റാഫ് സെക്രട്ടറി PM പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കിംസ് ശ്രീചന്തും തണലും കൈകോർക്കുന്നു. ജില്ലയിലെ നിർധനരായ രോഗികളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇരുവരും ചേർന്നുണ്ടാക്കിയ ധാരണാപത്രത്തിൽ ഇനി കിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം സ്പൈൻ മെഡിസിറ്റിയിൽ ലഭ്യമാകും. കണ്ണൂരിലെ ഏറ്റവും മികച്ച ആധുനിക സംവിധാനങ്ങളോടുകൂടിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കിംസ് ശ്രീചന്ദ്. ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സാ രംഗത്ത് അതിനൂതനമായ ചികിത്സാ രീതികൾ അവലംബിച്ചു ശ്രദ്ധേയമായ ഹോസ്പിറ്റൽ തണൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റിയും കണ്ണൂരിലെ ഏറ്റവും മികച്ച അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കിംസ് ശ്രീചന്തും കൈകോർക്കുന്നു. ജില്ലയിലെ നിർധനരായ രോഗികളെ ചേർത്തുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇരുവരും ചേർന്നുണ്ടാക്കിയ ധാരണാപത്രത്തിൽ കിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റിയിൽ ലഭ്യമാക്കും. തണലെന്ന പേരോടുകൂടി പ്രവർത്തിക്കുന്നു. ഇന്ന് 800-ലേറെ സ്ഥാപനങ്ങൾ തണലിലുണ്ട്. പല മേഖലകളിലായി പ്രവർത്തിക്കുന്ന ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ വിഷമത അനുഭവിക്കുന്ന രോഗികളെ പോലെ ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും മറ്റു വെൽഫെയർ സെക്ടറിലുമായി പ്രവർത്തിക്കുന്ന സംഘടന. ഹെൽത്തിൽ 87 ഡയൽ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റാൻഡ് അലോൺ കമ്മ്യൂണിറ്റി ഡയൽ സെന്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ ന്യൂറോ റിഹാബ് മേഖലയിലും കേരളത്തിൽ അങ്ങോളം ഇപ്പോൾ ശാഖകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓർത്തോ സർജൻ ഡോക്ടർ മുനീസ് അഷ്റഫിന്റെ നേതൃത്വത്തിൽ തണലിൽ സ്പോട്ട് ഇഞ്ചുറി സെന്റർ ആരംഭിക്കാനും പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ മഹേഷ് ഭട്ടിന്റെ മേൽനോട്ടത്തിൽ ന്യൂറോ സർജറി പ്രൊസീജിയറുകൾ നടത്തുവാനും ധാരണയായി. കൂടാതെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളായ ന്യൂറോളജി, നെഫ്രോളജി, ഇന്റൻസീവ് കെയർ മുതലായ സേവനങ്ങളും തണലിൽ ലഭ്യമാക്കും. ഇരു സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന ശസ്ത്രക്രിയകളും തുടർ ചികിത്സകൾക്കും രോഗിയുടെ സാമ്പത്തിക നിലയ്ക്ക് അനുസൃതമായ ചികിത്സാ നിരക്കാണ് ഈടാക്കുക. എല്ലാവർക്കും അറിയാം, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിലെ ആദ്യത്തെ ആശുപത്രി ശ്രീചന്ദ് ഏറ്റെടുക്കുകയും എല്ലാവിധ സംവിധാനങ്ങളും റോബോട്ടിക് സർജറി അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്.
പക്ഷേ എപ്പോഴും സാമ്പത്തികമായി അടിത്തട്ടി നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവർ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി സഹായം കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു ആശുപത്രിയുടെയും ഒരു ദൗത്യമാക്കി എടുക്കേണ്ടത്. കാരണം ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരൊരിക്കലും പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കാൻ പാടില്ല. ഇത് നമ്മെ പഠിപ്പിച്ചത് തണലിനെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരാണ്. സലാം സാറും ഇദ്രീസ് ഡോക്ടറും ഖനീർ സാഹിബും പോലുള്ള ആൾക്കാരാണ് നമ്മുടെ വഴികാട്ടികളെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ അവരെ കണ്ട് പഠിക്കുന്ന ആൾക്കാരാണ്. ജീവിതത്തിൽ നമ്മളൊക്കെ എപ്പോഴെങ്കിലും അവരെ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇന്ത്യ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ ഒരു കോർപ്പറേറ്റ് ആശുപത്രിക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇന്ന് തണൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കൈ ചേർക്കുക എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനപൂർവ്വ നിമിഷമാണ്. ദൈവം അറിഞ്ഞുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. നമുക്ക് അതുകൊണ്ട് തന്നെ ആ പണം ഉപയോഗിച്ച് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ സഹായിച്ചു. ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പം ഈ ഒരു കൈ ചേർക്കലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്ക് ഏറ്റവും മികച്ച ഡോക്ടർമാരുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ കെയർ, നെഫ്രോളജി, ന്യൂറോ സർജറി, ഓർത്തോപെഡിക്സ്, ഈ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം തണലിൽ വരുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ തണലുമായി ആശ്രയിക്കുന്ന രോഗികൾക്ക് തണലിലേക്ക് സർവീസ് എത്തിച്ചു കൊടുക്കാനും അതിനുമുപരി അവിടെ എന്തെങ്കിലും സംവിധാനം ഇല്ലായ്മയുണ്ടെങ്കിൽ അത് നമ്മുടെ ആശുപത്രിയിൽ വെച്ച് ചെയ്തു കൊടുക്കാനുമാണ് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ പ്രധാനമായി ഒപ്പുവെക്കുന്ന ഒരു എഗ്രിമെൻറ്റ്. അടിയന്തര ചികിത്സ ആവശ്യമായി വരുന്ന ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി രോഗികൾക്ക് കിം ശ്രീചന്ദിൽ ICU സർവീസ് ചാർജ് 3/1 കുറച്ചു നൽകും. റേഡിയോളജി സർവീസുകൾക്ക് 15% കുറച്ച നിരക്കാണ് ഈടാക്കുക. സർജറിക്കും പ്രൊസീജിയറുകൾക്കും ശേഷം രോഗിയെ ബ്രെയിൻ ആൻഡ് സ്പൈൻ ഏറ്റെടുത്ത് തുടർ ചികിത്സ നൽകും. ഇതിന് മുന്നോടിയായി സൗജന്യ അസ്ഥിരോഗ സ്പോർട്ട് മെഡിസിൻ ക്യാമ്പ് തണലിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും സർജറിക്ക് ആവശ്യമായ രോഗികൾക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ കിം ശ്രീചന്ദിൽ വെച്ച് സർജറി നടത്തുവാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ജില്ലയിലെ ഓട്ടോ തൊഴിലാളി കുടുംബത്തിന് വർഷത്തിലൊരിക്കൽ ഫ്രീ ചെക്കപ്പ് നടത്താനുള്ള പ്രിവിലേജ് കാർഡ് മേയർ മുസ്ലിഹ് മഠത്തിൽ വിതരണം ചെയ്തു. കിംസ് കേരള ക്ലസ്റ്റർ CEO ഫർഹാൻ യാസിൻ, തണൽ ചെയർമാൻ ഡോക്ടർ ഇന്ദ്രീസ്, പ്രസിഡന്റ് VV മുനീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഒരുമിച്ച് നിന്ന് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള ഫോക്ലോർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത്, പാട്ടിൻ ഗോപാലൻ സ്മാരക വായനശാല പുല്ലോടി എന്നിവയുടെ നേതൃത്വത്തിൽ പൊന്നം ഏഴരക്കണ്ടത്തിൽ നടക്കുന്ന പൊന്നത്തങ്കത്തിന്റെ 5ാം ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. നാം വ്യത്യസ്തരായി ചിന്തിച്ചാലും വ്യത്യസ്ത വേഷം ധരിച്ചാലും നമ്മുടെയെല്ലാം സംസ്കാരത്തെ കോർക്കുന്ന ചരടുകൾ എല്ലാം ഒന്നാണെന്ന് ഗവർണർ പറഞ്ഞു. നാം എല്ലാം ഒന്നാണെന്ന സന്ദേശമാണ് ഉത്സവങ്ങൾ നൽകുന്നത്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നമ്മളെല്ലാം ഒന്നാണ്. നാം വ്യത്യസ്തരാണെന്ന ചിന്ത മാറ്റിവെക്കുക. നമ്മളെല്ലാം ഒന്നാണ്. ഒരുമിച്ച് ചേരുന്നതാണ് പുരോഗതി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരമാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. കലയുടെ കുംഭമേളയാണ് പൊന്നത്തങ്കം എന്നും ഗവർണർ പറഞ്ഞു. But when I came here, I found that Kalash and Kumbha is also the culture of this soil, Kerala soil. So there is no difference. Just 2 days back, I had been to Kumbha in Prayagraj. It was a Mahakumbha. And it was celebrated throughout the country. Everybody from my state of Kerala also, there were many devotees there. Just to have a dip in the Ganga river and the Yamuna and the Saraswati. That was an auspicious occasion. What heritage has given to us. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അധ്യക്ഷത വഹിച്ചു. KK ശൈലജ ടീച്ചർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനൽ, തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, സംഘാടക സമിതി ജനറൽ കൺവീനർ NP വിനോദൻ എന്നിവർ സംസാരിച്ചു. വനിതകളുടെ മെഗാ കൈകൊട്ടി കളി, യോഗാ നൃത്തം, യോധ കളരി, വിശ്വഭാരത് കളരി, പയ്യമ്പള്ളി കളരി, കടത്തനാട് കളരി എന്നിവയുടെ കളരിപ്പയറ്റും അരങ്ങേറി. കേരള സാഹിതി കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ സമീറ മെഹബൂബിന്റെ ബൊമ്മച്ചി മംഗലം കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ഹരിതം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം താണ MIS നോളജ് സെന്ററിൽ പ്രശസ്ത നോവലിസ്റ്റ് അംബിക സുധൻ മാങ്ങാട് നിർവഹിച്ചു.
കഥാകൃത്ത് സാക്കിർ സാക്കി നിലമ്പൂർ പുസ്തകം ഏറ്റുവാങ്ങി. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് പുസ്തക പരിചയം നടത്തി. കേരള സാഹിതി പ്രസിഡന്റ് CP അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. കേരള സാഹിതി ജനറൽ സെക്രട്ടറി ഡോക്ടർ സജി വർഗീസ്, ഷബീന, ഡോക്ടർ അബ്ദുറഹ്മാൻ, അബ്ദുൾ റഷീദ്, TM പ്രതാപൻ, തായാട്ട്, ഷിഹാദ്, സാബിറ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 850, പവന് 64,400 രൂപ, വെള്ളി 106 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്ന തീരുമാനം ഹൈക്കമാൻഡിന്റേതെന്ന് K. സുധാകരൻ. തന്നോട് ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി ലഭിച്ച സ്ഥാനങ്ങളിൽ പൂർണ്ണ തൃപ്തൻ. ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും K. സുധാകരൻ. കർഷകരുടെ അടുക്കളയിലെ ചട്ടി പൊക്കി നോക്കുകയല്ല വനപാലകരുടെ ജോലിയെന്ന് ജോസഫ് പാംപ്ലാനി. മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നു. ഏത് ഭീഷണിയും സംഘടിതമായി നേരിടുമെന്നും പാംപ്ലാനി. കിംസും തണലും കൈകോർക്കുന്നു. ഇനി നിർധനരായ രോഗികൾക്ക് അത്യാധുനിക ചികിത്സ. കിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തണലിൽ ലഭ്യമാക്കും. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ബന്ധപ്പെട്ടവർ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.